നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പോരാട്ടങ്ങൾക്കും, ഓരോ തടസ്സങ്ങൾക്കും, ഓരോ കഷ്ടപ്പാടുകൾക്കും പിന്നിൽ ഒരു അദൃശ്യശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ കഠിനമായി അധ്വാനിക്കുന്നു, തപസ്സു ചെയ്യുന്നു, നിങ്ങളുടെ കടമകൾ സത്യസന്ധമായി നിറവേറ്റുന്നു. എന്നിട്ടും ഫലം നിങ്ങൾക്ക് അനുകൂലമാകുന്നില്ല. മറുവശത്ത് മറ്റൊരാൾ വലിയ അധ്വാനമൊന്നുമില്ലാതെ തന്നെ അപാരമായ സമ്പത്തും വിജയവും നേടുന്നു. എവിടെ നിന്നാണ് ഈ വ്യത്യാസം വരുന്നത്? ഈ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിലും നമുക്ക് ചുറ്റും പ്രവർത്തിക്കുന്ന അദൃശ്യമായ ഊർജ്ജങ്ങളിലാണ്. പുരാതന ജ്യോതിഷത്തിലും വേദാന്തത്തിലും രാഹു എന്ന് വിളിക്കപ്പെടുന്ന ആ ശക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. രാഹു എന്നതൊരു സാധാരണ പേരല്ല. ഇത് നമ്മുടെ ആഗ്രഹങ്ങളുടെയും നമ്മുടെ മിഥ്യാധാരണകളുടെയും നമ്മുടെ അടങ്ങാത്ത ആർത്തികളുടെയും പ്രതീകമാണ്. രാഹു അശാന്തനാകുമ്പോൾ അത് നമുക്ക് അസ്വസ്ഥതയും ആശയക്കുഴപ്പവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബന്ധങ്ങളിൽ തകർച്ചയും നൽകുന്നു. എന്നാൽ അതേ രാഹു പ്രസാദിക്കുമ്പോൾ ജീവിതത്തിൽ പെട്ടെന്ന് സമ്പത്തിന്റെയും അവസരങ്ങളുടെയും സമൃദ്ധിയുടെയും ഒരു ഒഴുക്ക് തന്നെ ആരംഭിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നേക്കാം. ഒരു നിഴൽ ഗ്രഹത്തിന്, ഒരു അദൃശ്യ ശക്തിക്ക് നമുക്ക് സമ്പത്തും സന്തോഷവും നൽകാൻ കഴിയുമോ എന്നത് സാധ്യമാണോ? ഈ പ്രപഞ്ചം മുഴുവൻ ഊർജ്ജത്താൽ നിർമ്മിതമാണെന്നും ഈ ഊർജ്ജം നമ്മുടെ ചിന്തകളാലും നമ്മുടെ സാധനയാലും നമ്മുടെ കർമ്മങ്ങളാലും സ്വാധീനിക്കപ്പെടുന്നുവെന്നും പരമഹംസ യോഗാനന്ദൻ പറയുന്നു. ശരിയായ സാധനയിലൂടെ നിങ്ങൾക്ക് ആ ഊർജ്ജത്തെ സ്പർശിക്കാൻ കഴിയുമെങ്കിൽ രാഹുവിനെപ്പോലുള്ള ഒരു നിഴലിനുപോലും നിങ്ങളുടെ മിത്രമാകാൻ കഴിയും. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് അങ്ങനെയൊരു അവസരം വരുന്നു. പണം നിലയ്ക്കുന്നില്ല. ഒരു അദൃശ്യമായ വെള്ളച്ചാട്ടം തുടർച്ചയായി ഒഴുകുന്നതുപോലെ നിങ്ങളുടെ കൈവെള്ളകൾ സ്വർണ്ണമഴയാൽ നിറയുന്നു. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ആ സാധനയിലൂടെ ഈ അനുഭവം സാധ്യമാണ്. എന്നാൽ അതിനു മുമ്പ് ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ, അത് ദാരിദ്ര്യമാകട്ടെ, പോരാട്ടങ്ങളാകട്ടെ, കടബാധ്യതകളാകട്ടെ, ഇതെല്ലാം നിങ്ങളുടെ ആത്മാവ് തന്നെ തിരഞ്ഞെടുത്ത ഒരു പരീക്ഷണമാകാൻ സാധിക്കുമോ? സമ്പത്തിനും ഭൗതികതയ്ക്കും അതീതമായി ഉയർന്ന ദിവ്യത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ രാഹുവിന്റെ പരീക്ഷണത്തിലൂടെ കടന്നുപോകണമെന്ന് ഈ ജന്മത്തിനു മുമ്പ് നിങ്ങളുടെ ആത്മാവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ നിമിഷം ഒരു സാധാരണ നിമിഷമല്ല. ഈ നിമിഷം നിങ്ങളുടെ ആത്മീയ ഉണർവിന്റെ സൂചനയാണ്. രാഹുവിനെ ശാന്തമാക്കാനുള്ള ആ ദിവ്യമായ പ്രതിവിധി എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് പ്രപഞ്ചം നിങ്ങളെ ഇവിടം വരെ എത്തിച്ചത്. രാഹു എന്നത് ആകാശത്തിലെ വെറുമൊരു ഗണിതശാസ്ത്ര ബിന്ദു മാത്രമല്ല. ഇത് നിങ്ങളുടെ ഉള്ളിലെ അസ്വസ്ഥമായ ആഗ്രഹങ്ങളുടെ പ്രതീകമാണ്. നാം അത്യാഗ്രഹത്തിലും മിഥ്യാധാരണകളിലും ഭയത്തിലും കുടുങ്ങുമ്പോൾ രാഹു കൂടുതൽ ശക്തനാകുന്നു. എന്നാൽ നമ്മൾ നമ്മുടെ ബോധത്തെ ഉയർത്തുമ്പോൾ, നമ്മുടെ ഉള്ളിലെ വെളിച്ചം തെളിയിക്കുമ്പോൾ അതേ രാഹു വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മെ ബന്ധിച്ചിരുന്ന ആ ശക്തി നമ്മെ സ്വതന്ത്രരാക്കാൻ തുടങ്ങുന്നു. ഒരു യോഗിയുടെ ആത്മകഥ എന്ന തന്റെ പുസ്തകത്തിൽ പരമഹംസ യോഗാനന്ദൻ പറയുന്നത്, സാധന എന്നതിനർത്ഥം ഒരാളുടെ ഉള്ളിലെ ഊർജ്ജത്തെ പ്രപഞ്ച ഊർജ്ജവുമായി ബന്ധിപ്പിക്കുക എന്നാണ്. ഈ ബന്ധം സംഭവിക്കുമ്പോൾ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പോലും നമ്മെ സഹായിക്കാൻ തുടങ്ങുന്നു. അതിനാൽ ഇന്നത്തെ ചോദ്യം രാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നതല്ല, രാഹുവിനെപ്പോലും നിങ്ങളുടെ പക്ഷത്ത് നിർത്തുന്ന ആ ദിവ്യമായ പരിഹാരം അറിയാനും സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാണോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് എങ്ങനെ മാറുമെന്ന് കാണാൻ നിങ്ങൾ തയ്യാറാണോ? അന്ധകാരത്തിൽ നിന്ന് പുറത്തുകടന്ന് എങ്ങനെ നിങ്ങൾക്ക് വെളിച്ചത്തിലേക്കും സമൃദ്ധിയിലേക്കും നീങ്ങാൻ കഴിയും? ആ പ്രതിവിധിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുകയാണ്. എന്നാൽ അതിനു മുമ്പ്, പണം എന്നത് വെറും നോട്ടുകളുടെയോ സ്വർണത്തിന്റെയും വെള്ളിയുടെയോ മാത്രം പേരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പണം എന്നത് ഒരു ഊർജ്ജമാണ്. ഈ ഊർജ്ജം നിങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ തനിയെ നിങ്ങളെ തേടിവരും. ഈ ഊർജ്ജം നിങ്ങൾക്കെതിരാകുമ്പോൾ നിങ്ങൾ എത്ര ശ്രമിച്ചാലും പണം നിങ്ങളുടെ കൈകളിൽ നിൽക്കില്ല. രാഹു ഈ ഊർജ്ജത്തെയാണ് സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ശാന്തമാക്കേണ്ടതും പ്രസാദിപ്പിക്കേണ്ടതും നിങ്ങളുടെ സുഹൃത്തിനെപ്പോലെ മാറ്റേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഈ പരിഹാരം ആരംഭിക്കുന്നത് ധ്യാനത്തിൽ നിന്നാണ്. രാവിലെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ആകാശത്ത് പരക്കുമ്പോൾ കണ്ണുകൾ അടച്ചിരിക്കുക. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ദിവ്യമായ നീല വെളിച്ചം തിളങ്ങുന്നതായി മനസ്സിൽ സങ്കൽപ്പിക്കുക. ഈ വെളിച്ചം രാഹുവിന്റെ പ്രതീകമാണ്. നിങ്ങൾ അതിനെ ഭയപ്പെടരുത്. നിങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടരുത്. ആ വെളിച്ചത്തെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയുക, ഹേ പ്രപഞ്ച ഊർജ്ജമേ, ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. ഞാൻ നിന്നെ സമാധാനത്താൽ നിറയ്ക്കുന്നു. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഒഴുക്കിന്റെ മാധ്യമമായി ഞാൻ നിന്നെ മാറ്റുന്നു. ഈ വികാരം നിങ്ങൾ ഉണർത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സ് രാഹുവിന്റെ ഊർജ്ജത്തെ മാറ്റാൻ തുടങ്ങും. ഓർക്കുക, പ്രതിവിധി എന്നത് വെറുമൊരു ബാഹ്യമായ കർമ്മം മാത്രമല്ല. ഇതൊരു ആന്തരിക മാറ്റമാണ്. നിങ്ങൾ ഉള്ളിൽ നിന്ന് രാഹുവിനെ പ്രസാദിപ്പിക്കുമ്പോൾ പുറമേയുള്ള സാഹചര്യങ്ങൾ താനെ മാറും. പണം വരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ തുടങ്ങും. വ്യാപാരത്തിൽ പുരോഗതിയുണ്ടാകും. കടത്തിന്റെ വാതിലുകൾ പതുക്കെ അടയുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ഇതിനെ ഒരു ദിവ്യ പ്രതിവിധി എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ പ്രതിവിധി വെറും വാക്കുകളിൽ ഒതുങ്ങരുത്. നിങ്ങൾ ഇതിനെ ദിവസവും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഒരു ചെറിയ മന്ത്രമുണ്ട്, ഓം രാം രാഹവേ നമ. ദിവസവും ശാന്തമായ മനസ്സോടെ
108 തവണ നിങ്ങളിത് ജപിച്ചാൽ അത് നിങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കും. ചിന്തകൾ ശുദ്ധമാകുമ്പോൾ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. ചിലർ എവിടെ പോയാലും പണവും അവസരങ്ങളും വിജയവും അവരുടെ പിന്നാലെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടെന്നാൽ അവരുടെ മനസ്സ് സമ്പത്തിന്റെ ഊർജ്ജവുമായി സമന്വയിച്ചിരിക്കുന്നു. ഈയൊരു സമന്വയം നിങ്ങൾക്കും നേടേണ്ടതുണ്ട്. ഇനി ചിന്തിച്ചു നോക്കൂ, രാഹു ശരിക്കും വിറയ്ക്കാൻ തുടങ്ങിയാൽ, ഇതുവരെ നിങ്ങളെ ആശയക്കുഴപ്പത്തിലും ബുദ്ധിമുട്ടിലുമാക്കിയിരുന്ന ആ ശക്തി പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, സങ്കൽപ്പിക്കുക, നിങ്ങൾ ഒരു വലിയ തളിക നിറയെ പണവുമായി നിൽക്കുന്നു. ആ പണം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ രംഗം നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കാം. എന്നാൽ നിങ്ങൾ ഈ പ്രതിവിധി അങ്ങേയറ്റം വിശ്വാസത്തോടെയും സ്ഥിരതയോടെയും ചെയ്യണം എന്നതാണ് നിബന്ധന. ഏറ്റവും ആഴത്തിലുള്ള കാര്യമെന്തെന്നാൽ, ഈ പ്രതിവിധി പണത്തിനു വേണ്ടി മാത്രമല്ല. രാഹു ശാന്തനാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാനസിക സമാധാനം വരുന്നു. നിങ്ങളുടെ ഉറക്കം ഗാഢമാകുന്നു. നിങ്ങളുടെ ബന്ധങ്ങളിൽ മാധുര്യം വരുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അപ്പോഴാണ് സമ്പത്തും സന്തോഷവും വിജയവും നിങ്ങളുടെ ജീവിതത്തിൽ ശാശ്വതമായി പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ പ്രതിവിധി ഫലിക്കുമോ ഇല്ലയോ എന്നതല്ല ചോദ്യം. ഇന്നു മുതൽ ഇത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. രാഹു പോലും നിങ്ങളിൽ പ്രസാദിച്ച് സമ്പത്ത് വർഷിക്കാൻ തുടങ്ങുന്ന ആ തലത്തിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ ഉയർത്താൻ നിങ്ങൾ തയ്യാറാണോ? ഈ യാത്ര ഇപ്പോൾ തുടങ്ങിയിട്ടേയുള്ളൂ. നിങ്ങളുടെ ജീവിതം ശരിക്കും മാറുന്നതിനായി ഈ പ്രതിവിധി കൂടുതൽ ആഴത്തിൽ എങ്ങനെ സ്വീകരിക്കാമെന്ന് നാം ഇനി മനസ്സിലാക്കും. നിങ്ങൾ ദിവസവും രാഹുമന്ത്രം ജപിക്കുമ്പോൾ, ധ്യാനത്തിൽ നിങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ള ആ നീല വെളിച്ചം നിങ്ങൾ അനുഭവിക്കുമ്പോൾ, പതുക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു പുതിയ കമ്പനം ഉയരാൻ തുടങ്ങും. ഈ കമ്പനം വെറും മനസ്സിന്റെ കളിയല്ല, അത് പ്രപഞ്ച ഊർജ്ജവുമായുള്ള ബന്ധത്തിന്റെ അനുഭവമാണ്. നിങ്ങൾ നിങ്ങളുടെ ബോധത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുമ്പോൾ, ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ശക്തി പോലും നിങ്ങളുടെ സേവകരായി മാറുമെന്ന് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ട രഹസ്യം ഇതാണ്: രാഹു ഒരു ശത്രുവല്ല, മറിച്ച് മിഥ്യാധാരണകളിൽ നിന്ന് നമ്മെ പുറത്തെടുത്ത് സത്യത്തിലേക്ക് നയിക്കുന്ന ഒരു ഗുരുവാണ്. നാം അതിനെ സ്നേഹത്തോടെയും ഭക്തിയോടെയും സ്വീകരിക്കുമ്പോൾ അതേ രാഹു വിറയ്ക്കുകയും നമുക്കായി സമ്പത്തിന്റെയും അവസരങ്ങളുടെയും വിജയത്തിന്റെയും വാതിലുകൾ തുറന്നുതരികയും ചെയ്യുന്നു. ഇനി ആഴത്തിലുള്ള ഒരു ചോദ്യം ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് അങ്ങനെയൊരു മാറ്റം വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളും അതിശയിച്ചു പോകും. ഇത്രയധികം സമ്പത്ത്, ഇത്രയധികം പുരോഗതി, ഇത്രയധികം സമൃദ്ധി എന്നിവയെല്ലാം ഒരുമിച്ച് എങ്ങനെ വരുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ ഇത് സാധ്യമാണ്. കാരണം പണമെന്നത് ബാങ്ക് അക്കൗണ്ടിലെ വെറുമൊരു നമ്പർ മാത്രമല്ല. പണം ഒരു തരംഗമാണ്. നിങ്ങളുടെ ബോധം അതുമായി ബന്ധിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ ആ തരംഗം നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുകാൻ തുടങ്ങുകയുള്ളൂ. നിങ്ങളുടെ ബോധത്തെ ആ തരംഗവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള മാധ്യമമാണ് ഈ പ്രതിവിധി. ഈ പ്രതിവിധിയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി മനസ്സിലാക്കാം. രാഹുമന്ത്രം ജപിക്കുമ്പോഴെല്ലാം ഒരു പ്രത്യേക ആചാരം പാലിക്കുക. ഒരു ചെറിയ കറുത്ത തുണി നിങ്ങളുടെ അരികിൽ സൂക്ഷിക്കുക. അതിൽ ഒരു വെള്ളി നാണയം വയ്ക്കുക. തുടർന്ന് ആ നാണയത്തിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ രാഹുമന്ത്രം ജപിക്കുക. ഈ പ്രക്രിയ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ രാഹുവിന്റെ ഊർജ്ജവുമായി സമന്വയിപ്പിക്കും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, പണം ഇടവിട്ട് വരുന്നതിനു പകരം തുടർച്ചയായ ഒഴുക്കായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. എന്നാൽ ഇവിടെ ആഴത്തിലുള്ള ഒരു സത്യമുണ്ട്. നിങ്ങൾ പണത്തിനുവേണ്ടി മാത്രം ഈ പ്രതിവിധി ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രഭാവം പരിമിതമായിരിക്കും. എന്നാൽ നിങ്ങളിത് ആത്മീയ വീക്ഷണകോണിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് സമ്പത്തിനെയും ദൈവത്തിന്റെ കൃപയായി കണക്കാക്കിയാൽ, പണത്തെ ഒരു ലക്ഷ്യമായി കാണാതെ വെറുമൊരു ഉപാധിയായി മാത്രം കണ്ടാൽ അതിന്റെ ഫലം അപരിമിതമായിരിക്കും. കാരണം രാഹു യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അത്യാഗ്രഹത്തിൽ കുടുങ്ങരുതെന്നും മറിച്ച് പണത്തെ ഒരു ഉപകരണമായി കണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കണമെന്നുമാണ്. യഥാർത്ഥ യോഗി എന്നാൽ പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ളിൽ എപ്പോഴും സമ്പന്നനായിരിക്കുന്നവനാണെന്ന് പരമഹംസ യോഗാനന്ദൻ പറയാറുണ്ടായിരുന്നു. ഈ സമൃദ്ധി നിങ്ങളുടെ ഉള്ളിൽ ഉണരുമ്പോൾ മാത്രമേ ബാഹ്യമായ സമ്പത്തും ശാശ്വതമായി നിങ്ങളിലേക്ക് വരികയുള്ളൂ. നിങ്ങൾക്ക് കാണാൻ കഴിയും, പണ്ട് പണം വന്നാലുടൻ ചിലവായി പോകുമായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് നിലനിൽക്കാൻ തുടങ്ങും. മുമ്പ് എവിടെയാണോ അവസരങ്ങൾ കൈവിട്ടുപോയിരുന്നത് അവയിപ്പോൾ നിങ്ങളുടെ അടുക്കൽ തങ്ങാൻ തുടങ്ങും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ വില മുമ്പ് മനസ്സിലാക്കാത്ത അതേ ആളുകൾ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ജോലിയെ അഭിനന്ദിക്കും. ഈ മാറ്റം വെറും ബാഹ്യമായിരിക്കില്ല, ആന്തരികം കൂടിയായിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം നിങ്ങൾ ഉണർത്തുമ്പോഴാണ് രാഹുവിന്റെ നിഴൽ വിറയ്ക്കുന്നത്. ഇനി ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജനനത്തിനു മുമ്പ് തന്നെ നിങ്ങളുടെ ആത്മാവ് ഈയൊരു നിമിഷം തിരഞ്ഞെടുത്തിരുന്നെങ്കിലോ? ഈ ജന്മത്തിൽ നിങ്ങൾ രാഹുവിന്റെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുമെന്നും എന്നിട്ട് ഈ പ്രതിവിധിയിലൂടെ നിങ്ങൾ സമൃദ്ധി കണ്ടെത്തുമെന്നും നിങ്ങളുടെ ആത്മാവ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ? ഇതൊരു സത്യമാണെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ആ നിമിഷത്തിലാണ്. ഇതൊരു വീഡിയോ മാത്രമല്ല, നിങ്ങളുടെ ജീവിതയാത്രയിലെല്ലാം മാറാൻ സാധ്യതയുള്ള ഒരു വഴിത്തിരിവാണിത്. അതോടൊപ്പം ഓർക്കുക, ഈ പ്രതിവിധി ചെയ്യുന്നതിൽ സ്ഥിരത വളരെ പ്രധാനമാണ്. നിങ്ങൾ 1-2 ദിവസം ചെയ്തിട്ട് ഉപേക്ഷിച്ചാൽ ഫലം അപൂർണമായിരിക്കും. എന്നാൽ നിങ്ങളിത് പതിവായി ഭക്തിയോടെയും സ്നേഹത്തോടെയും ചെയ്യുകയാണെങ്കിൽ രാഹു ശരിക്കും പ്രസാദിക്കും. രാഹു പ്രസാദിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് പണം മാത്രമല്ല നൽകുന്നത്,
അവൻ നിങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും ശരിയായ അവസരങ്ങളും നൽകുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഹൃദയത്തിൽ നിന്ന് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവ്യമായ അറിവ് നിങ്ങളുടെ ജീവിതത്തിന് നിരന്തരം വഴികാട്ടിയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വെറുമൊരു ക്ലിക്ക് മാത്രമായിരിക്കില്ല. നിങ്ങൾ അജ്ഞാനത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ ആത്മാവിനും ഇടയിലുള്ള ഒരു പ്രതിജ്ഞയായിരിക്കുമത്. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴെല്ലാം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഇത് പങ്കിടുമ്പോഴെല്ലാം നിങ്ങൾ വെറുമൊരു വീഡിയോ അല്ല പങ്കിടുന്നത്, നിങ്ങൾ ഒരു ദിവ്യ ഊർജ്ജത്തെയാണ് പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ ജീവിതം ഈ ഒരൊറ്റ പ്രതിവിധിയിലൂടെ മാറിയേക്കാം. അതിനാൽ ഈ പ്രതിവിധി ഫലിക്കുമോ ഇല്ലയോ എന്നതല്ല ഇപ്പോൾ ചോദ്യം. ഇന്നു മുതൽ ഇത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. രാഹു പോലും വിറച്ച് നിങ്ങൾക്കുവേണ്ടി അനന്തമായ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും വാതിലുകൾ തുറക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ആ വെളിച്ചമുണർത്താൻ നിങ്ങൾ തയ്യാറാണോ? ഓർക്കുക, ഓരോ നിമിഷവും ഓരോ തിരഞ്ഞെടുപ്പാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് രാഹുവിന്റെ നിഴലിൽ കുടുങ്ങിക്കിടക്കാം, അല്ലെങ്കിൽ ഈ പ്രതിവിധി സ്വീകരിച്ച് രാഹുവിനെ നിങ്ങളുടെ സുഹൃത്താക്കാം. തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ കൈകളിലാണ്. ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഒരു ദീർഘശ്വാസമെടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയുക, ഞാൻ സമ്പത്തിന്റെയും വിജയത്തിന്റെയും സമൃദ്ധിയുടെയും ഒഴുക്കിനായി തയ്യാറാണ്. ഞാൻ പ്രപഞ്ചത്തിന്റെ ഊർജ്ജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ രാഹുവിനെ ശാന്തമാക്കുന്നു. ഞാൻ രാഹുവിനെ എന്റെ സുഹൃത്തായി അംഗീകരിക്കുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറുന്നുവെന്ന് നോക്കുക. ഇതൊരു തുടക്കം മാത്രമാണ്.